പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും ശക്തിയുണ്ടെന്നും അത് ജലത്തിലൂടെ പ്രപഞ്ചത്തിലേക്ക് അയച്ച് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന ഒരു ആത്മീയ പരിശീലനമാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്. ജലം ഒരു മാധ്യമമായി ഉപയോഗിച്ച് നമ്മുടെ പോസിറ്റീവ് ഊർജവും ലക്ഷ്യങ്ങളും അതിലേക്ക് സന്നിവേശിപ്പിച്ച് അത് കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ആ ലക്ഷ്യവുമായി ചേർന്നു നിൽക്കുന്നു എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ ടെക്നിക്കിന്റെ പ്രചാരത്തിന് പ്രധാന കാരണം ജാപ്പനീസ് ഗവേഷകനായ ഡോക്ടർ മസാരു എമോട്ടോയുടെ ജലത്തിന്റെ മറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ എന്ന പഠനങ്ങളാണ്. അദ്ദേഹം ജലത്തുള്ളികളെ പലതരം വാക്കുകൾക്കും സംഗീതത്തിനും വികാരങ്ങൾക്കും മുന്നിൽ വെച്ച ശേഷം തണുപ്പിച്ച് അതിന്റെ ക്രിസ്റ്റലുകൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു. സ്നേഹം, നന്ദി, സമാധാനം തുടങ്ങിയ പോസിറ്റീവ് വാക്കുകൾ കേട്ട ജലത്തിന്റെ ക്രിസ്റ്റലുകൾ മനോഹരവും സമൃദ്ധി ഉള്ളതുമായിരുന്നു. എന്നാൽ വെറുപ്പ്, കോപം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ കേട്ട ജലത്തിന്റെ ക്രിസ്റ്റലുകൾ ക്രമരഹിതവും വികൃതവുമായിരുന്നു. ഇത് ജലത്തിന് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് എന്ന വിശ്വാസത്തിന് ആക്കം കൂട്ടി. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ഈ തത്വത്തിന്റെ കാതൽ. ഒരു കണ്ണാടി പോലെ ജലം നമ്മുടെ ആന്തരിക അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തവും പോസിറ്റീവും ആണെങ്കിൽ നിങ്ങൾ ജലത്തിലേക്ക് ആ ഊർജം നൽകുന്നു. ആ ഊർജം നിറഞ്ഞ ജലം കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ആ പോസിറ്റീവ് വൈബ്രേഷനുകളുമായി ചേർന്നു നിൽക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ 70% ജലമാണെന്ന് നമുക്കറിയാം. ഈ ജലത്തിന് ഒരു ഓർമ്മ ഉണ്ടെന്നും അത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ആഗിരണം ചെയ്യുമെന്നും ഈ തത്വം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് ഊർജം നൽകിയ വെള്ളം കുടിക്കുമ്പോൾ ആ ഊർജം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും എത്തുന്നു. ഇത് നിങ്ങളുടെ ആന്തരിക ഊർജത്തെയും ഫ്രീക്വൻസിയെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ നേരിട്ട് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നതിന് പകരം അതിനെ ജലത്തിലേക്ക് പ്രോഗ്രാം ചെയ്ത് ആ ഊർജം കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഫ്രീക്വൻസിയെ ആ ലക്ഷ്യവുമായി യോജിപ്പിക്കുന്നു. ഇത് ആഗ്രഹസാഫല്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ രീതിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കൂടുതൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഗ്ലാസിലോ കുപ്പിയുടെ പുറത്തോ അവർക്ക് വേണ്ട അഫർമേഷൻസ്, ഉദാഹരണത്തിന് ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സമ്പന്നനാണ്, എഴുതി ഒട്ടിക്കാറുണ്ട്. ഈ വാക്കുകളുടെ ഊർജം ജലം തുടർച്ചയായി ആഗിരണം ചെയ്യുമെന്നാണ് ഇതിന് പിന്നിലെ വിശ്വാസം. ചിലർ അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഗ്ലാസിന്റെ അടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷൻ നൽകുന്ന സംഗീതം കേൾപ്പിക്കുകയോ ചെയ്യാറുണ്ട്. മസാരു എമോട്ടോയുടെ പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സംഗീതത്തിനും ജലത്തിന്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നാണ്. ഇനി നമുക്ക് വാട്ടർ മാനിഫെസ്റ്റേഷൻ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. ഒരു ഗ്ലാസിൽ ശുദ്ധമായ കുടിവെള്ളം എടുക്കുക. ടാപ്പ് വെള്ളം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, എങ്കിലും കൂടുതൽ ശുദ്ധമായ വെള്ളം, ഉദാഹരണത്തിന് ഫിൽട്ടർ ചെയ്ത വെള്ളം, കുപ്പിവെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു ഗ്ലാസ് ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് കുപ്പിയേക്കാൾ നല്ലത് ഗ്ലാസ് പാത്രമാണ്. ഗ്ലാസ് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ശാന്തമായ ഒരിടത്ത്, നിങ്ങൾക്ക് ആരും ശല്യമുണ്ടാക്കാത്ത ഒരിടത്ത് ഇരിക്കുക. ഇത് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. ഏതാനും നിമിഷം കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്ത് മനസ്സിനെ ശാന്തമാക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തിരഞ്ഞെടുക്കുക. അത് വ്യക്തവും കൃത്യവുമായിരിക്കണം. ഉദാഹരണത്തിന്,
എനിക്ക് സന്തോഷം വേണം എന്ന് പറയുന്നതിന് പകരം എന്റെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം യാഥാർത്ഥ്യമായെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ ആരോഗ്യമുള്ളയാളാണെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് പുതിയ ജോലി ലഭിച്ചുവെങ്കിൽ ആ ജോലി സ്ഥലത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നതായി സങ്കൽപ്പിക്കുക. ആ നിമിഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷവും ആത്മവിശ്വാസവും മനസ്സിൽ പൂർണ്ണമായി അനുഭവിക്കുക. രണ്ട് കൈകൊണ്ടും ഗ്ലാസ് എടുത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ ജലത്തിലേക്ക് കൈമാറാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഉറക്കെ അല്ലെങ്കിൽ മനസ്സിൽ ആവർത്തിച്ചു പറയുക. ഉദാഹരണത്തിന്, നിങ്ങൾ ആരോഗ്യപരമായ ആവശ്യങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെ പറയുക: ഈ വെള്ളം എന്റെ ശരീരത്തെ ശുദ്ധീകരിക്കുകയും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പണപരമായ ആവശ്യങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെ പറയുക: പണം എന്നിലേക്ക് എളുപ്പത്തിലും ധാരാളമായും ഒഴുകിയെത്തുന്നു. നിങ്ങൾ സ്നേഹിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെ പറയുക: ഞാൻ സ്നേഹിക്കപ്പെടുകയും എന്റെ ജീവിതത്തിൽ സ്നേഹം നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിലെ എല്ലാ പോസിറ്റീവ് ഊർജ്ജവും, നിങ്ങൾ സങ്കൽപ്പിച്ച സന്തോഷവും ആഗ്രഹസാഫല്യം ലഭിച്ചപ്പോൾ ഉണ്ടായ നന്ദിയും നിങ്ങളുടെ കൈകളിലൂടെ ജലത്തിലേക്ക് ഒഴുകിയെത്തുന്നതായി സങ്കൽപ്പിക്കുക. ഈ ജലം ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ജലം കുടിക്കുക. ഓരോ തുള്ളിയും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും ഊർജ്ജവത്താക്കി നിങ്ങളുടെ ലക്ഷ്യവുമായി ചേർന്നു നിർത്തുന്നതായി സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്തുകയും പ്രപഞ്ചവുമായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. ജലം കുടിക്കുമ്പോൾ ഞാൻ ഈ ആഗ്രഹം എന്റെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. ഈ ഊർജ്ജം എന്റെ ലക്ഷ്യം സഫലമാക്കാൻ എന്നെ സഹായിക്കും എന്ന് മനസ്സിൽ പറയുക. ഈ ടെക്നിക്ക് ഒരു തവണ മാത്രം ചെയ്യുന്നത് കൊണ്ട് വലിയ ഫലം ലഭിക്കില്ല. ദിവസവും തുടർച്ചയായി ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ ഈ ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയായി ഇതിനെ കണക്കാക്കുന്നില്ല എന്നത് ഓർക്കേണ്ടത് പ്രധാനമാണ്. ഡോക്ടർ മസാരു എമോട്ടോയുടെ പരീക്ഷണങ്ങളെ പല ശാസ്ത്രജ്ഞരും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ടെക്നിക്കിന്റെ ശക്തി പ്രധാനമായും നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധയിലും പോസിറ്റീവ് ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസത്തിലും അധിഷ്ഠിതമാണ്. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള പ്രചോദനം നൽകുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. രാവിലെ ഉറക്കമുണർന്ന ഉടൻ ഈ ടെക്നിക്ക് ചെയ്യാൻ പലരും ശുപാർശ ചെയ്യുന്നത് മനസ്സ് ശാന്തമായിരിക്കുന്ന സമയമായതുകൊണ്ടാണ്. അപ്പോൾ ദിവസത്തെ മറ്റു ചിന്തകൾ മനസ്സിനെ അലട്ടാറില്ല. ഈ സമയത്ത് ജലത്തിന് ഊർജ്ജം നൽകുന്നത് കൂടുതൽ ഫലപ്രദമാകും. അതുപോലെ രാത്രി ഉറങ്ങുന്നതിനു മുമ്പും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് രാത്രിയിലും ഈ ആഗ്രഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കും. പല ആത്മീയ ചികിത്സകളിലും ജലത്തെ ആന്തരിക ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നു. നിങ്ങൾ മനസ്സിൽ പോസിറ്റീവ് ഊർജ്ജം നിറച്ച ജലം കുടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുകയാണ്. ഇത് ശരീരത്തിലെയും മനസ്സിലെയും നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളി പുതിയ ലക്ഷ്യങ്ങൾക്കായി നിങ്ങളെ സജ്ജരാക്കുന്നു. വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ ഒരു മാന്ത്രിക വിദ്യയായി കാണുന്നതിന് പകരം നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ ഉണർത്താനുള്ള ഒരു പരിശീലനമായി കാണുക.
നിങ്ങളുടെ ചിന്തകൾക്ക് ഊർജ്ജമുണ്ട്, നിങ്ങളുടെ വികാരങ്ങൾക്ക് ശക്തിയുണ്ട്. ജലം ആ ശക്തിയെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പാലം മാത്രമാണ്. ഈ ടെക്നിക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സൃഷ്ടാവായി മാറുകയാണ്. സ്ഥിരമായ പരിശീലനത്തിലൂടെയും ആഴമായ വിശ്വാസത്തിലൂടെയും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ കണ്ടിട്ടു പോകരുത്. നിങ്ങളുടെ മനസ്സിനെ അതിനായി സജ്ജമാക്കേണ്ടത് പ്രധാനമാണ്. അതിനായി ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഐ ആം റെഡി എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി നിങ്ങൾ ആദ്യ ചുവടുവെപ്പ് വെക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ 1000 വഴികൾ തുറന്നു തരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.